ലീഡേഴ്സ് മോർണിംഗിൽ അതിഥിയായി എനിക്കൊപ്പം ഉള്ളത് നമ്മുടെ ഹെലോ മലയാളത്തിൽ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, നമുക്കൊക്കെയും പ്രിയപ്പെട്ട ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് വി രാജേഷാണ്. അദ്ദേഹത്തെ നമുക്ക് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം ശ്രീ വി രാജേഷ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഒത്തിരി വിഷയങ്ങളുണ്ട് അങ്ങേടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വന്ദേ ഭാരത്, എത്രയോ കാലങ്ങളായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു ആവശ്യമായിരുന്നു ബംഗളൂരുവിലേക്ക് ഒരു വന്ദേ ഭാരത് വേണമെന്നുള്ളത്. അപ്പോൾ ആ വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം കാണാനുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും അതിൽ നിന്നും തുടങ്ങാം. മൂന്നാമതൊരു വന്ദേ ഭാരത് കേരളത്തിന് അനുവദിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യങ്ങളിലൊന്നാണ്. ഇപ്പോൾ തന്നെ വന്ദേ ഭാരതിൽ ആദ്യം ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കിയിട്ടാണ് ജനങ്ങൾ മറ്റുള്ള ട്രെയിനുകളിലേക്ക് പരിശോധിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അനുവദിച്ചാൽ ഏറ്റവും കൂടുതൽ ആദ്യം ടിക്കറ്റ് റിസർവേഷൻ കംപ്ലീറ്റ് ആവുന്ന വന്ദേ ഭാരതിലാണ്. അപ്പോൾ ജനങ്ങളുടെ സമയം പരമാവധി സമൂഹത്തിനും അവർക്കും പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതൽ വരുന്നതുകൂടി ഉണ്ടാകും. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വന്ദേ ഭാരത് വരുമ്പോൾ നമുക്ക് അത്രത്തോളം ട്രാക്ക് സൗകര്യം ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റുള്ള ട്രെയിനുകൾ പിടിച്ചിടേണ്ടി വരും. ഇപ്പോൾ റെയിൽവേ മന്ത്രിയുമായും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ എന്തും വന്ദേ ഭാരത് എത്ര വേണോ തരാൻ തയ്യാറാണ്. അപ്പോൾ നമ്മുടെ ട്രാക്കിൻ്റെ സൗകര്യം കൂടി മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ യാത്ര വളരെ മനോഹരമായിരിക്കും, വളരെ സുഖമായിരിക്കും. ഓക്കെ, തീർച്ചയായും ഇപ്പോഴേ ആ ഫ്ലാഗ് ഓഫ് കർമ്മം നടന്നിട്ടുണ്ട്. ആ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു, അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഇവിടെ പ്രേക്ഷകർ കാണുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അത് പോയി കഴിഞ്ഞു, ഇവിടെ നിന്നും ഫ്ലാഗ് ഓഫ് ചെയ്ത് പോയി കഴിഞ്ഞു. പറഞ്ഞ പോലെ ഒത്തിരി കാലത്തെ ഒരു ആഗ്രഹം കൂടി പൂവണിഞ്ഞു കഴിഞ്ഞു. ശ്രീ വി രാജേഷ്, ഇനിയിപ്പോൾ ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലാണ് സംസ്ഥാനം. ഏതുവരെ എത്തി ബി.ജെ.പിയിൽ കാര്യങ്ങൾ? ഞാൻ വന്ദേ ഭാരതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പറയാം. അതായത് ഈ വന്ദേ ഭാരത് ട്രെയിൻ എല്ലാ സംസ്ഥാനങ്ങളിലും പരമാവധി കൊടുക്കുന്നത് എന്താണ്? 2047 നമ്മുടെ രാജ്യം വികസിത രാജ്യമായി മാറണം, ലോകത്തിലെ ഏറ്റവും വികസന സൗകര്യങ്ങളുള്ള ഒരു രാഷ്ട്രമായി മാറണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് സംസ്ഥാനവും ഭരിച്ചോട്ടെ, പക്ഷേ ഇന്ത്യ മുഴുവനും മുന്നോട്ട് പോകണം. അത് തന്നെയാണ് എനിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളുമായിട്ട് കണക്ട് ചെയ്തും പറയാനുള്ളത്. കേരളത്തിൽ നമ്മുടെ രാജ്യത്താകമാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മെച്ചപ്പെട്ടാൽ മാത്രമേ നാട് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട സ്ഥാപനമാണ്. ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണ സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ട, അതിനിടയ്ക്ക് വരുന്ന നമ്മൾ വീട് വയ്ക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ കട നടത്തുന്നു, ഇതിൻ്റെയൊക്കെ പ്ലാൻ സാങ്ഷൻ ചെയ്യണം, ഇതിനൊക്കെ തന്നെ കരമടയ്ക്കണം, നമ്മുടെ വീടുകളിലെ മാലിന്യം വൃത്തിയാക്കണം, തെരുവുനായ പിടിക്കണം, ഇതൊക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ കൃത്യമായ ദിശാബോധമുള്ള നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുമ്പോഴാണ് ഗ്രാമങ്ങളും നഗരങ്ങളും പട്ടണങ്ങളും മെച്ചപ്പെടുന്നത്. അതിലൂടെയാണ് ഒരു രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയവുമായി കണക്ട് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. ഇന്ത്യ വികസിത രാഷ്ട്രമാണെങ്കിൽ കേരളത്തിലെ ഗ്രാമങ്ങൾ മെച്ചപ്പെടണം. ഞാനിപ്പോൾ ഒരു സംസാരിക്കുന്നത് തിരുവനന്തപുരത്ത് വളരെ വേഗത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു തരംഗം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രവുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കോർപ്പറേഷൻ ഭരണ സംവിധാനം വന്നാൽ മാത്രമേ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ചിന്ത ഒരു വശത്തും, 45 വർഷമായി അഴിമതി മാത്രം, ഏതൊരു പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ നിന്ന് പണം കട്ടെടുക്കാമെന്നുള്ള ചിന്ത വച്ചുകൊണ്ട് ഭരണം നടത്തുന്ന, 45 വർഷം കൊണ്ട് മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാൻ സാധിക്കാത്ത ജനങ്ങളുടെ വീടുകളിലേക്ക്, സ്വീകരണ മുറികളിലേക്കും അടുക്കളകളിലേക്കും മഴ പെയ്യുമ്പോഴേക്കും ആശുപത്രി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്ന കോർപ്പറേഷൻ, ഡ്രെയിനേജ് വേസ്റ്റ് പൊട്ടിയൊലിക്കുന്ന നഗര റോഡുകൾ, തെരുവു നായ്ക്കൾ ജനങ്ങളെ ഓടിച്ചിട്ട് കടിക്കുകയാണ്. ഒരു പക്വതയില്ലാതെ മേയറും ഭരണകൂടവും. ഇതിനെയൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് മാറ്റിമറിക്കണം എന്നുള്ളൊരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും വളരെ നല്ലൊരു പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ബി.ജെ.പിക്ക് ജനങ്ങൾ അധികാരം കൈമാറുമെന്നുള്ള കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ സമരങ്ങൾ കണ്ട ഒരു നഗരസഭ അത് തിരുവനന്തപുരം നഗരസഭയായിരുന്നു. അതൊക്കെ നയിച്ചത് ബി.ജെ.പി തന്നെയാണ്. അപ്പം ആ സമരങ്ങളൊക്കെ ഇക്കുറി ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ബി.ജെ.പി? അതായത് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴേക്കും ബി.ജെ.പി ഒരു തവണ ഞങ്ങളിലേക്ക് അധികാരം എത്തിക്കണമെന്ന് പറയുന്നത് ഞങ്ങൾ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെയാണ്. ഞങ്ങളുടെ 35 കൗൺസിലർമാരെ കഴിഞ്ഞതിന് ജനങ്ങൾ നഗരസഭയിലേക്ക് അയച്ചു. ഒരു 10-20 സീറ്റിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ ആ 35 കൗൺസിലർമാരും കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ താങ്കൾ തന്നെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സമരം കണ്ട് തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരസഭയുടെ അഴിമതിക്കെതിരാണെന്ന് ഒരു നിഷ്പക്ഷ ആങ്കറായിട്ടുള്ള അങ്ങ് തന്നെ മലയാളം ചാനൽ പോലുള്ള ഒരു ചാനലിലൂടെ ഇങ്ങോട്ട് പറയുകയാണ്. അതിനർത്ഥം ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം
പ്രതിപക്ഷം ഉറങ്ങുകയായിരുന്നില്ല. കോൺഗ്രസിനെ പോലെ UDF-നെ പോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മുതിർന്ന നേതാവിനെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് ഇപ്പോൾ മാറ്റം വരുത്താമെന്ന് പറയുകയായിരുന്നില്ല. ഞങ്ങൾ ഭരണപക്ഷത്തില്ല, പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിരുന്നു. 3000 ക്രിമിനൽ കേസുകളാണ് ഞങ്ങൾ അഴിമതിക്കെതിരെ സമരം നടത്തിയതിൽ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സ്ത്രീകൾക്കെതിരെ ഉൾപ്പെടെ വനിതാ കൗൺസിലർമാർക്കെതിരെ ഉൾപ്പെടെ ചാർജ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ജയിലിൽ കിടന്നിട്ട് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ്, ഞാൻ എല്ലാം പറയുന്നത് വീട്ടുകാരൻ തട്ടിപ്പ്. നിങ്ങളുടെയൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ സമരം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കോർപ്പറേഷൻ്റെ മുൻപിൽ താമസിക്കുകയായിരുന്നു, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള. എന്തുകൊണ്ടാണ്? അത് BJP-യുടെ സമരമായതുകൊണ്ടല്ല, ജനകീയ സമരമായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും സമരം ചെയ്തതുകൊണ്ടാണ് കോർപ്പറേഷൻ ഇത്രയും ചലനാത്മകമായി. ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു സമരം അനാവശ്യമാണെന്ന് പറയാൻ സാധിക്കും. അത്രത്തോളം പട്ടിണി കിടന്നും മർദ്ദനം ഏറ്റുവാങ്ങിയും ജയിലിൽ കിടന്നും കേസുകൾ നേരിട്ടും കടം മേടിച്ചും ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് എന്നല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ സഹിക്കുകയായിരുന്നു, ത്യാഗം ചെയ്യുകയായിരുന്നു. ഞങ്ങൾക്ക് ദിശാബോധം നൽകാൻ വേണ്ടി രാജ്യത്തെ തന്നെ നയിക്കുന്ന പ്രധാനമന്ത്രിയും BJP-യും ഉണ്ട്. ഒരവസരം ഞങ്ങൾക്ക് തന്നാൽ, ജനസേവകരായി മാറാൻ വേണ്ടി 5 വർഷം ഞങ്ങൾക്ക് തന്നാൽ, CPM കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും ഉൾപ്പെടെ ഒരു രാഷ്ട്രീയമില്ലാത്തവർക്കുള്ള ജനലക്ഷങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരത്തിൽ, മാലിന്യമുക്തമായ നഗരം, തെരുവ് നായ്ക്കൾ ജനങ്ങളെ ഓടിക്കാത്ത നഗരം, തെരുവുവിളക്കുകൾ പ്രകാശിക്കുന്ന നഗരം, ഈ നഗരമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് ഒരവസരം, അഴിമതി തൊട്ട് തീണ്ടിയില്ലാത്ത ആത്മാർത്ഥമായിട്ടുള്ളൊരു ഭരണം ഞങ്ങൾ നടത്തും. അവിടെ ഇനിയിപ്പോൾ BJP-യുടെ കൗൺസിലർമാരല്ലാത്ത മറ്റുള്ളവരും ജയിച്ചു വരാൻ സാധ്യതയുണ്ടല്ലോ, അവരുടെ വാർഡുകളിൽ ഉൾപ്പെടെ. കാരണം എല്ലാ വാർഡുകളും ഒരുമിച്ച് മെച്ചപ്പെട്ടാൽ മാത്രമല്ലേ സിറ്റി മെച്ചപ്പെടുള്ളൂ. ഇപ്പോൾ BJP ജയിക്കാത്ത വാർഡിൽ കുറേ മാലിന്യം കുന്നുകൂടി കിടന്നു കഴിഞ്ഞാൽ അത് സിറ്റിയെ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമാനമായ കാഴ്ചപ്പാടോടെയുള്ള ഒരു ഭരണമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ പോകുന്നത്. അന്താരാഷ്ട്ര അവാർഡൊക്കെ വാങ്ങി മേയർ തിളങ്ങി നിൽപ്പുണ്ട് തിരുവനന്തപുരത്ത്. അപ്പം അതും കൂടി ആളുകളൊക്കെ പരിഗണനയ്ക്ക് എടുക്കില്ലേ? അതായത് നമ്മളൊക്കെ തമാശയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ പേപ്പറിൽ എഴുതി നീന്താൻ പഠിക്കാറുണ്ട്. നീന്തണം എങ്ങനെയാണ്? ആദ്യം ചെല്ലണം, ഡ്രസ്സൊക്കെ മാറ്റണം, സ്വിമ്മിങ് സൂട്ടൊക്കെ ഇടണം, അതിനുശേഷം പിന്നെ നന്നായിട്ട് മാനസികമായി തയ്യാറെടുത്തിട്ട് കടലിലേക്ക് അല്ലെങ്കിൽ തടാകത്തിലേക്ക് എടുത്ത് ചാടണം, കൈയിട്ടടിക്കണം, കാലിട്ടടിക്കണം. അങ്ങനെ പേപ്പറിൽ എഴുതി പഠിച്ചിട്ട് താങ്കളൊന്ന് നീന്താനായിട്ട് ഇറങ്ങി നോക്ക്, ഒന്ന് നീന്താൻ നോക്ക്. ഒരു വാഹനം ഓടിക്കാൻ വേണ്ടി പേപ്പറിൽ എഴുതിയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, അതിനുശേഷം ക്ലച്ച് അമർത്തണം, ഗിയർ ഇടണം, അതിനുശേഷം ആക്സിലേറ്റർ കൊടുക്കണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലെടുക്കണം എന്ന് പഠിച്ചിട്ട്. ഇത് തന്നെയാണ് അവാർഡിൻ്റെ കാര്യത്തിൽ. ഈ അവാർഡ് ഞാൻ അവാർഡുകളുടെ കാര്യത്തിലൊന്നും പറയാം, ജനങ്ങൾ കണ്ടതാണ്. നിങ്ങൾ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു, CPM-ൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രമുള്ള അവാർഡ് വാങ്ങാൻ വേണ്ടി കോർപ്പറേഷൻ്റെ പണം എടുത്തിട്ട് ലണ്ടനിലേക്ക് യാത്ര ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് ഏറ്റവും വില കുറഞ്ഞ സ്റ്റാർ ഹോട്ടലിലാണ് താമസിച്ചതെന്ന് പറയുന്നവരുടെ സാമാന്യ ബോധം യുക്തിക്ക് നിരക്കുന്നതല്ല. ഒരു ദിവസം രാവിലെ തന്നെ അക്കാര്യങ്ങൾ പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകളോടെ ആയിരിക്കും നമ്മുടെ ദിനം ആരംഭിക്കും. താങ്കൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം, 2020 ഡിസംബർ 22-ാം തീയതിയാണ് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണസമിതി ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നത്. 2021 ഫെബ്രുവരിയിൽ നടന്ന ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ, ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാലയുടെ പേരിൽ പോലും തട്ടിപ്പ് നടത്തിക്കൊണ്ടാണ് അഴിമതി ആരംഭിച്ചത്. പണ്ടാരടുപ്പിൽ ഒരൊറ്റ പൊങ്കാല മാത്രമാണ് 2022 ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള തെളിവുകളുണ്ട്. എന്നാൽ മണ്ണന്തല വരെ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ അപ്പുറത്തുള്ള മണ്ണന്തല വരെയുള്ള സ്ഥലത്ത് റോഡിൽ പൊങ്കാലയിട്ടെന്നും ആ പൊങ്കാല മാലിന്യം മാറ്റിയത് 4.5 ലക്ഷം രൂപ ചിലവായെന്നും കണക്കെഴുതിയെടുത്തൊരു ഭരണകൂടമാണ് ആര്യ രാജേന്ദ്രൻ്റെത്. ജനങ്ങൾ പൊറുക്കുമോ? ജനങ്ങൾ ആറ്റുകാൽ അമ്മയുടെ പേരിൽ തട്ടിപ്പ് നടത്തുവാൻ വേണ്ടി മനസ്സുള്ളവർക്ക് അവരെ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ആട്ടിപ്പായിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനുശേഷം നടന്ന എത്രയോ കാര്യങ്ങൾ, എത്ര കാര്യങ്ങൾ. അപ്പോൾ ഈ അഴിമതി കൂട്ടങ്ങളെ അവർ ഒരു ദിവസവും പോലും ഇനി ഭരണത്തിൽ തുടർന്നാൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം എന്താ പറയുമോ, സിസ്റ്റം ടോട്ടലി കറപ്റ്റാണ്. ഏതൊരു പദ്ധതി വന്നാലും, ഏതൊരു വ്യക്തി ഒരു ആവശ്യവുമായി കോർപ്പറേഷനിൽ വന്നാലും അതിൽ നിന്നും എങ്ങനെ 10 കാശുണ്ടാക്കാം, ഒരു ദിവസം കൊണ്ട് ഒരു കാര്യം സാധിച്ചു പോകാൻ ആർക്കെങ്കിലും അവിടെ സാധിക്കുമോ? അവിടെ ചുവരുകൾക്ക് പോലും കൈക്കൂലി കൊടുക്കണം. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയോട് ഇവിടെ കുറേ തൊഴിലവസരങ്ങളുണ്ട്, സഖാവെ നമ്മുടെ പാർട്ടിക്കാർ ആരൊക്കെ ഉണ്ട് അവർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ലെറ്റർ ഹെഡിൽ കത്തെഴുതുന്ന ഒരു മേയർ, ഒരു ഭരണത്തെ നേതൃത്വം 5 വർഷമായിട്ട് നൽകിയിട്ട് CPM അവർക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. എന്തുകൊണ്ടാണ്? ഇതിൻ്റെയൊക്കെ പങ്ക് CPM-ൻ്റെ ജില്ലാ നേതൃത്വത്തിന് കിട്ടുന്നുണ്ട്, വലിയൊരു പങ്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ജനങ്ങളെ ടോട്ടലി കൊള്ളയടിക്കുന്ന ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കുവാനും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയോടൊപ്പം മുന്നോട്ട് പോകുന്ന എന്തൊരു സാധ്യതയുള്ള പട്ടണമാണ് തിരുവനന്തപുരം. പോർട്ടുണ്ട്, അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട്, IT സെക്ടറുണ്ട്, കോവളം പോലെയുള്ള വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്ന കേന്ദ്രങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം കോവളത്ത് പോയിട്ട് കുറച്ച് ഹോട്ടൽ ഓണേഴ്സുമായിട്ട് സംസാരിച്ചു. അവർ പറയാണ് ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകൾ ആരും വരുന്നില്ല. കാരണം എന്താണ്? സായിപ്പ് വന്നിറങ്ങുമ്പോൾ സായിപ്പിനെ പട്ടി ഓടിച്ചിട്ട് കടിക്കുകയാണ്. സായിപ്പും മദാമയെ എയർപോർട്ടിൽ നിന്ന് പട്ടിയടി കൊണ്ടിട്ട് തിരിച്ച് കിട്ടുന്ന വണ്ടിയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആരെങ്കിലും വരുമോ? അപ്പോൾ ആ തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ അവരെ നിർമ്മാർജ്ജനം ചെയ്യാൻ മാർഗമില്ല. ഇപ്പോൾ
എയർപോർട്ടിൻ്റെ മുകളിൽ വന്നിട്ട് പൈലറ്റുകൾ ഈശ്വരനെ വിളിച്ചുകൊണ്ടാണ് ലാൻഡ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഏത് സമയവും എഞ്ചിൻ്റെ ഇടയിൽ പക്ഷി കുരുങ്ങാം. എന്തുകൊണ്ടാണ്? എയർപോർട്ടിൻ്റെ താങ്കൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് വരുമ്പോൾ നോക്കും, എയർപോർട്ടിൻ്റെ മതിലിനോട് ചേർന്ന് 100 കണക്കിന് ടൺ വേസ്റ്റ് കൊണ്ട് തട്ടിയിരിക്കുകയാണ്. കോമൺ സെൻസ് ഉള്ള ആരെങ്കിലും എയർപോർട്ടിൻ്റെ ചുറ്റും കൊണ്ട് വേസ്റ്റ് ഇടുമോ? വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നായ്ക്കളും പക്ഷികളും വരും. പക്ഷികൾ പറക്കുമ്പോഴേക്കും വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ചിറകിൽ കുരുങ്ങും. അപ്പോൾ ഒരു കോമൺ സെൻസും ഇല്ലാത്ത ഒരു നേതൃത്വമാണോ ആര്യ രാജേന്ദ്രനായിക്കോട്ടെ അവർക്ക് മുമ്പുള്ളവരായിക്കോട്ടെ ആ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞ് തിരുവനന്തപുരത്തെ മനോഹരമാക്കുവാനുള്ള വലിയൊരു പ്രക്രിയയ്ക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ശ്രീ വി വി രാജേഷ്, ഇനിയിപ്പോൾ ഞാൻ കോൺഗ്രസിന്റെ കാര്യത്തിലും കൂടെ വരികയാണ്. കാരണം ഇപ്പം പണ്ടത്തെ പോലെയൊന്നും അല്ല, UDF സ്ഥാനാർത്ഥി, മേയർ സ്ഥാനാർത്ഥി അടക്കം പ്രഖ്യാപിച്ച് ബഹുദൂരം പ്രചാരണമൊക്കെ തുടങ്ങി മുന്നോട്ട് പോയി കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വട്ടം ആളുകൾ കൊടുത്തതിനെയൊക്കെ ഒരു താക്കീതായി കണ്ടുകൊണ്ട് ഇക്കുറി ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ കഴിയും, ഭരണം പിടിക്കാൻ കഴിയുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഞാൻ 2 പോയിന്റുകൾ പറയാം. സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ 2 പോയിന്റുകൾ നിങ്ങളൊക്കെ കേൾക്കാം. കാരണം കോൺഗ്രസ് കഴിഞ്ഞ ഞായറാഴ്ച രംഗത്തിറങ്ങി. ഞങ്ങളൊക്കെ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ 2 പോയിന്റ് പറയാം. ഒന്ന്, എന്തുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു മുദ്രാവാക്യം എന്താണ്? ഈ ഭരണം മാറണം, ഇത് അഴിമതി ഭരണമാണ്. തീർച്ചയായിട്ടും അഴിമതി ഭരണം മാറണമെങ്കിൽ എന്തായാലും 8 സീറ്റുള്ള, കൈപ്പത്തിയടാത്തത് 8 വരെ ജയിച്ചു വന്നുള്ളൂ, 8 സീറ്റുള്ള കോൺഗ്രസിനെ 51 സീറ്റാക്കുന്നതിനേക്കാൾ എളുപ്പമല്ലേ 35 സീറ്റുള്ള ഞങ്ങളെ 51 ആക്കാൻ വേണ്ടി? അപ്പോൾ ഈ ഭരണം മാറണമെങ്കിൽ വോട്ട് ചെയ്യേണ്ടത് BJPക്കാണ് എന്നാണ് ആ മുദ്രാവാക്യത്തിൻ്റെയും ചുരുക്കം. കാരണം കോൺഗ്രസിന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 51 സീറ്റാവാൻ സാധിക്കില്ല. ജയിക്കാൻ സാധിക്കുന്ന 51 സീറ്റുകളുടെ പേര് പറയാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഒരു കോൺഗ്രസ് നേതാവും പറയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഭരണം മാറണം എന്നൊരു ആവശ്യത്തോട് ഞങ്ങൾ യോജിക്കുന്നു. ഭരണം മാറണമെങ്കിൽ പ്രിൻസിപ്പൽ ഒപ്പോണൻ്റ് ആയിട്ടുള്ള 35 സീറ്റുകളുള്ള 20 സീറ്റ് 2ാം സ്ഥാനത്തുള്ള BJP ജയിപ്പിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നതിൻ്റെയും അർത്ഥം. കാരണം കോൺഗ്രസ് ഏറെക്കുറെ എല്ലാ സീറ്റുകളും റിമോട്ട് 3rd പൊസിഷനിലാണ്. ഇനി എന്താ ക്രെയിൻ വെച്ച് പൊക്കിയാൽ പോലും പൊങ്ങാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ കോൺഗ്രസിന് ചെയ്യുന്ന ഓരോ വോട്ടും CPMൻ്റെ അഴിമതി ഭരണം തുടരാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഇപ്പം താങ്കൾ പറഞ്ഞല്ലോ ഒരു മുൻ MLA ഉൾപ്പെടെ രംഗത്തിറങ്ങിക്കൊണ്ടുള്ള വലിയൊരു പോരാട്ടമാണെന്ന്. എന്തേ ഇതിൻ്റെ അവസ്ഥ വന്നു? ഈ അവസ്ഥയിലേക്ക് എന്തെത്തി? കോൺഗ്രസ് UDF ഒരു കാലത്ത് കോർപ്പറേഷൻ ഭരിച്ചിരുന്നല്ലോ. അവർ 2010 കാലഘട്ടത്തിൽ 42 കൗൺസിലർമാരെയും കൊണ്ട് പ്രതിപക്ഷത്തിരുന്നല്ലോ. എന്തുകൊണ്ട് 42-ൽ നിന്നും കോൺഗ്രസിൻ്റെ എണ്ണം 8 ആയിട്ട് മാറി? അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായി ഒരു നിമിഷം പോലും കോൺഗ്രസിനെ ആക്ട് ചെയ്യാൻ സാധിച്ചില്ല. CPMനും കോർപ്പറേഷൻ ഭരണകൂടത്തിനും 1 കോടി രൂപ കമ്മീഷൻ കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒരു 5-10 ലക്ഷം രൂപ വാങ്ങിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ CPMനെതിരെ ഒരു സമരവും ചെയ്യാതെ കിടന്നുറങ്ങുകയായിരുന്നു. അവരൊന്നും ചെയ്തില്ല സുഹൃത്തെ. അതുകൊണ്ടാണ് ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി 42 കൗൺസിലർമാരുണ്ടായിരുന്ന കോൺഗ്രസിനെ 8ലേക്കാക്കിയത്. അപ്പോൾ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് 3 മാസം കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശുഷ്കമായ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ വട്ടപൂജ്യമായി മാറുമെന്നുള്ള കൃത്യമായ തിരിച്ചറിവിൽ നിന്നും ബോധത്തിൽ നിന്നുമാണ് ഒരു മുൻ MLA രംഗത്തിറക്കുവാൻ പോലും അവർ തയ്യാറായി. ഒരു ഇമ്പാക്റ്റും ഉണ്ടാകില്ല. കാരണം എന്താണ്? ഒരു മുൻ MLA അവർ ഇറക്കിയ മുന്നും KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി എന്നുള്ളതിനപ്പുറം വാർഡുകളിൽ ശുഷ്കമാണ്. ഞാൻ ചോദിക്കുന്നു, ഈ ഉത്തരവാദിത്തം നിങ്ങൾക്ക് 42 കൗൺസിലർമാരുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ CPMനെതിരെ കാണിച്ചിരുന്നുവെങ്കിൽ, അഴിമതിക്കെതിരെ പോരാടിയിരുന്നുവെങ്കിൽ ജനങ്ങൾ താലത്തിൽ വെച്ച് നിങ്ങൾക്ക് അധികാരം തന്നെ. പക്ഷേ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് നിങ്ങളുടെ വ്യക്തമാണ്. ശ്രീ വി വി രാജേഷ്, ഇപ്പോൾ ഈ സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ മറ്റു ചോദ്യത്തിലേക്കൂടെ പോവാണ്. ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മതാടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്താൻ BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അയച്ച കത്തിപ്പോൾ ചെറിയൊരു വിവാദമായിട്ടൊക്കെ നിൽക്കുകയാണ്. അതും സംസ്ഥാന ഘടകത്തിന്റെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ആ വാർത്ത. അപ്പം മതപരമായ ജനങ്ങളെയൊക്കെ വേർതിരിക്കുന്നത് അത് ജനാധിപത്യത്തിന് ഭൂഷണമാണോ ശ്രീ വി വി രാജേഷ്? അല്ല, ചില വാർത്തകൾ അങ്ങനെ കണ്ടു എന്നുള്ളപ്പുറം ഞാൻ ആ കത്ത് കാണുകയോ ഒരു മുതിർന്ന നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുകയോ ആശയവിനിമയം നടത്താനോ സാധിച്ചില്ല. കാരണം ഞാൻ ഇവിടുത്തെ കുറച്ച് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചില വാർത്തകൾ ചില പത്രങ്ങൾ കണ്ടു. ഒരു കോൾ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെനിക്ക് അത്തരത്തിൽ പ്രതികരിക്കാൻ നിർവാഹമില്ല. പക്ഷേ BJP ഈ രാജ്യം ഭരിക്കുകയും നിരവധി സംസ്ഥാനങ്ങളുടെ ഭരണത്തിന് വളരെ മനോഹരമായ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി തീർച്ചയായിട്ടും ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ വി വി രാജേഷ്, ഒറ്റ കാര്യം കൂടി വെച്ചാൽ അവസാനിപ്പിക്കും. ഇപ്പോൾ ശബരിമലയിലെ പുതിയ ഭരണസമിതിയൊക്കെ വരികയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലും അതേപോലെ തന്നെ പൊതു സ്വീകാര്യൻ എന്ന നിലയിലും ഒക്കെയുള്ള ആളാണ് ശ്രീ K ജയകുമാർ. അപ്പോൾ BJP ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, പുതിയൊരു ഭരണസമിതി വരുന്നതിന്? അല്ല, വ്യക്തിപരമായിട്ട് ജയകുമാർ സാറിനെയോ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അദ്ദേഹത്തെ അങ്ങനെ പറയാനുള്ള യാതൊരു കാര്യവുമില്ല. ഞങ്ങൾ ബഹുമാനിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലയിലെയും കഴിവുകളെയും ബഹുമാനിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേ ഗവൺമെൻറ് തന്നെയാണല്ലോ നല്ല നല്ല വ്യക്തികളെ മുമ്പും വച്ചിട്ടുള്ളത്. ആ വ്യക്തി അഴിമതി കാണിക്കുമെന്നോ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുമെന്നോ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ, ഇപ്പോൾ ആര്യ രാജേന്ദ്രനെ വെച്ചു,
ആര്യാരഞ്ജനും അദ്ദേഹം കമ്പയർ ചെയ്യുന്നില്ല, ഒരു പുതുമുഖത്തെ വെച്ചു എന്ന് പറഞ്ഞു. എന്താ ഇവിടെ സംഭവിച്ചത്? അവരുടെ ചുറ്റും നിൽക്കുന്നവർ അഴിമതി കാണിച്ചു തുടങ്ങി, ഒടുവിൽ അവരും അതിൽ പെട്ടു. അവർ പിന്നെ മറ്റേ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ അഴിമതി കാണിക്കുന്ന ഒരു സാഹചര്യത്തിലെത്തി. ജയകുമാർ സാറിന് അതിനകത്ത്, ജയകുമാർ സാറിനെ ഇപ്പോൾ വച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളിപ്പോൾ ചോദിച്ചില്ലേ, ഒരു പുതിയ സംവിധാനത്തിലേക്ക് കടന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ നേരത്തെ വെച്ചതൊക്കെ പരാജയമായിരുന്നു. അവിടെ അങ്ങനെയല്ല. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിസ്റ്റം ടോട്ടലി കറപ്റ്റാണ്. ജയകുമാർ സാറിനൊക്കെ പരിമിതി ഉണ്ടാവും. അവിടെ കൊള്ളയാണ് നടക്കുന്നത്, എല്ലാ അർത്ഥത്തിലും കൊള്ളയാണ്, തീവെട്ടി കൊള്ളയാണ് നടക്കുന്നത്. മന്ത്രിമാരും ദേവസ്വം മന്ത്രിയും കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് വേറൊരു ഘട്ടത്തിൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ ശ്രീ വി രാജേഷ്, സമയപരിമിതി കൊണ്ട് മാത്രം. അപ്പോൾ അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ.